സമയം 5 മണി കളിക്കണ്ടേ? ഇന്നും തോൽക്കാനല്ലേ? ഇതിനുള്ള മറുപടി ഞാൻ ഗ്രൗണ്ട് കാണിച്ചു തരാടാ. എങ്കിൽ വാടാ. ഇതെന്താടാ ഞായറാഴ്ചയുടെ ഒരുത്തിന് കാണുന്നില്ലോ? അല്ലെങ്കിൽ ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും ക്രിക്കറ്റിനോട് വലിയ താല്പര്യമൊന്നുമില്ല. എല്ലാം ഈ ഫോണിൽ കൊണച്ചോണ്ടിരിക്കുമല്ലേ. അല്ല, നീ വേൾഡ് കപ്പ് കഴിഞ്ഞപ്പോ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് അടിച്ചൊരു പോക്ക് പോയതല്ലേ? അത് പിന്നെ നീയൊക്കെ കൂടെ എന്നെ വട്ടത്തിൽ ഊക്കത്തില്ലേ? അതുകൊണ്ടാ. ഊക്കും, വട്ടത്തിലും നീളത്തിലും ടൂക്കും. എന്നാലും ഇങ്ങനെയുണ്ടോ ഒരു തോൽവി? എടാ നിർത്ത്, ഞങ്ങളുടെ പവർ പ്ലേ ചെറുതായിട്ടൊന്ന് പാളിപ്പോയി. അതിൽ പോയതാണ്. ഇല്ലേ കാണായിരുന്നു ബ്ലാക്ക് ക്യാപ്സിന്റെ പവർ കേട്ടാ. പക്ഷെ വേൾഡ് കപ്പിൽ മനം കവരുന്നത് അത് ന്യൂസിലാൻഡ് തന്നെ. അതത്രേ ഉള്ളൂ. ഓ എടാ എംബാപ്പക്കുട്ടാ, ഇത്രയും നാള് തോറ്റപ്പോ നിനക്ക് വില്ലിച്ചായന്റെ മുഞ്ചിലായിരുന്നു. ഇപ്പൊ അടുത്ത ക്യാപ്സൂൾ. നീ ആദ്യം പോയി കപ്പടിക്കടാ. എടാ കപ്പിലൊന്നും കാര്യം. നീ കിവീസ് പ്ലേയേഴ്സിനെ കണ്ടിട്ടില്ലേ? അവരുടെ എന്ത് മാന്യന്മാരെന്നറിയാം. അവരുടെ റെസ്പെക്ട്, അവരുടെ പേഴ്സണാലിറ്റി. ഇന്ത്യ കഴിഞ്ഞിട്ട് മതി നിന്റെ ന്യൂസിലാൻഡ് പ്രേമം. എടാ ഇന്ത്യയിലാണ് എന്റെ ഫസ്റ്റ് ടീം. പിന്നെ പണ്ടപ്പോഴും ന്യൂസിലാൻഡ് ടീമിനോട് ഇഷ്ടം തോന്നിപ്പോയി. നീ ഓർക്കുന്നുണ്ടോ പഴയ ടീമിനെ? മെക്കല്ലം, ഫ്ലെമിൻ, ഷെയ്ൻ ബോൺ, വെട്ടോരി, അവരൊക്കെ അന്നത്തെ കൊലോമൻ ടീമായിരുന്നു, അറിയാവോ? അതൊക്കെ സമ്മതിച്ചു. പക്ഷെ ക്രിക്കറ്റ് അല്ലാതെ വേറെ എന്തുണ്ടടാ ഈ ന്യൂസിലാൻഡില്? അവിടെ ക്രിക്കറ്റ് മാത്രമല്ല, അവിടെ ഭയങ്കര സമാധാനമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റിയ കൺട്രിയാവും. എങ്കിൽ പിന്നെ നിന്റെ ഹയർ എഡ്യൂക്കേഷൻ ന്യൂസിലാൻഡിലാക്കിയൂടെ? ആക്ച്വലി എന്റെ പ്ലാൻ അതാണ്. പിന്നെ വിസ കിട്ടാൻ പാടാന്ന് എല്ലാരും പറയുന്നത്. അത് ശരിയാ. മറ്റു രാജ്യങ്ങളെ പോലെ വിസ പെട്ടെന്ന് കിട്ടില്ല. പക്ഷെ ന്യൂസിലാൻഡ് വിസ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു കൺസൾട്ടൻസി ഉണ്ട്. അതേത്? നമ്മുടെ ക്യാപ്റ്റൻ സോജൻ സാറിന്റെ എഡ്യു കരിയർ സർവീസ്. ബാക്കി ഡീറ്റെയിൽസ് അറിഞ്ഞേ? എടാ 1 ഇയർ കോഴ്സിന് 3 വർഷം വരെ സ്റ്റേ ബാക്ക് കിട്ടും. പിന്നെ 49 വയസ്സ് വരെ PR കിട്ടാനും ചാൻസ് ഉണ്ട്. പിന്നെ UG PG കോഴ്സ് ചെയ്യുകയാണെങ്കിൽ നിന്റെ പെണ്ണിന് സ്പൗസ് വിസ വരെ കിട്ടും. അറിയോ? എനിക്ക് പെണ്ണില്ലല്ലോ. അത് ഞാൻ ഒരു ഫ്ലോയില് പറഞ്ഞ. ബാക്കിയെല്ലാം സെറ്റ്. അപ്പൊ ഞാൻ ന്യൂസിലാൻഡ് പോകുന്നു, പഠിക്കുന്നു, ക്രിക്കറ്റ് ടീമിൽ കയറുന്നു, നമ്മുടെ റിച്ച് രവിത്തിനെ പോലെ. എന്നിട്ടൊരു വരവുണ്ട് അളിയാ, ഈ വേൾഡ് കപ്പിന്റെ കടമെല്ലാം വീട്ടാനായിട്ട്. ആദ്യം നീ ഇന്ത്യ തോൽക്കാൻ വെച്ച ബെറ്റിന്റെ കടം വീട്ട്. കറുത്ത തൊപ്പിക്കാരാ, ബ്ലാക്ക് ക്യാപ്സ്. എത്ര നേരമായടാ? നിനക്കൊന്നും തീരെ ഉത്തരവാദിത്തം ഇല്ലാട്ടാ. ഒന്ന് പോയാടാ, ഞങ്ങൾക്ക് വീട്ടിൽ വേറെ പണിയുണ്ട്.